എൻ്റെ പേര് റോയ് തോമസ്, വീട്ടുപേര് കുഴിപ്പാലയിൽ, വൈഫിൻ്റെ പേര് ബിജി റോയി. ഞങ്ങൾ മുണ്ടക്കയത്ത് കരിനിലം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മൂത്ത മോള് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മോനും കൂടെയുണ്ട്. മോന് CMI സഭയിൽ 2ാം വർഷം നോവിഷേറ്റിലാണ്. ഞങ്ങളുടെ ഇടവക മുണ്ടക്കയം വ്യാകുലം മാതാ ഫോറോൻ ചർച്ച് ആണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാലും ജപമാലയുടെ ശക്തിയാലും ഞങ്ങളുടെ കുടുംബത്ത് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ജപമാല അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ടുണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ചെറുപ്പം മുതലേ എൻ്റെ കുടുംബത്ത് അമ്മച്ചിയും അച്ചാച്ചനും എല്ലാം ഉള്ള സാന്നിധ്യത്തിലുള്ള കുടുംബ പ്രാർത്ഥന അത് കൃത്യം 7 മണിക്ക് തന്നെ നടത്തിക്കൊണ്ടിരുന്നു. അത് ജപമാലയായിരുന്നു. ജപമാല ഭക്തി വലിയൊരു അനുഭവം കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അച്ചാച്ചനും അമ്മച്ചിക്കുമൊക്കെ. പ്രത്യേകിച്ച് അമ്മച്ചി വീടുകളിൽ കൂടെ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്ത് പോലും അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടന്നത്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ജപമാല തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പയ്യായിരുന്നു പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ ആ അന്തരീക്ഷത്തിൽ ഞങ്ങൾ വളർന്നു വന്നു. അന്ന് ഭയങ്കര ജപമാല ഭക്തി ഉണ്ടെന്നൊന്നും എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. എങ്കിലും ഞങ്ങൾക്ക് ആ കുടുംബ പ്രാർത്ഥനയോടെ കിട്ടിയ ഒരു അനുഭവം അതിങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ 1992 ഞാനൊരു നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ട് ആദ്യത്തെ ധ്യാനം കൂടുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. ആ ധ്യാനത്തിൽ എനിക്ക് വളരെ അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മേഖലയായിരുന്നു, ഒരു അനുഭവമായിരുന്നു അന്നത്തെ ധ്യാനം. ആ ധ്യാനത്തിലൂടെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, പേഴ്സണൽ പ്രെയർ നടത്തുവാനായിട്ടുള്ളൊരു വലിയ കൃപ കിട്ടി. അതിലൂടെ ജപമാല സ്വന്തമായിട്ട് ചെല്ലാനായിട്ടുള്ളൊരു വലിയ കൃപ കിട്ടി. അങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം ജപമാല ചെല്ലുവാനായിട്ടുള്ള ഒരു തീഷ്ണത ഉണ്ടായി. എവിടെ യാത്ര ചെയ്താലും, ബസ്സിലിരുന്നും, എപ്പോൾ സമയം ഏത് ഓഫീസിലാണേലും അല്ലെങ്കിൽ ഏത് സ്ഥലത്താണേലും ചെല്ലുമ്പോഴും അല്പസമയം കിട്ടിയാൽ അത് ജപമാലയിലേക്ക് തിരിയുന്നൊരു അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ വഴിയിൽ കാണുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് അവർക്ക് വേണ്ടിയെല്ലാം ജപമാലയില്ല. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അന്നു മുതലേ ലോകം മുഴുവന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും എല്ലാം ജപമാല ദിവസവും ചൊല്ലുന്നൊരനുഭവം. അങ്ങനെ എപ്പോഴും ജപമാല എഴുതണമെന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വലിയൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, അത് പേഴ്സണൽ പ്രെയറിലും എല്ലാം ജപമാലയിലൂടെ വളർന്നു വരുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ധ്യാനകേന്ദ്രത്തിൽ വെച്ചുണ്ടായ വലിയൊരു ദൈവാനുഭവത്തിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യവും സുവിശേഷത്തിലുള്ള ആ മൂല്യം ഉള്ള ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധ്യം കിട്ടിയപ്പോൾ ഞാൻ PWD വർക്ക് ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുക്കുകയും അത് ഉപേക്ഷിക്കുവാനായിട്ടുള്ള ധൈര്യം, വേറൊരു വരുമാന മാർഗ്ഗം ഇല്ലാതെ തന്നെ ഉപേക്ഷിക്കുവാനായിട്ടുള്ളൊരു ധൈര്യം കർത്താവ് എനിക്ക് അവിടെ വെച്ച് തരികയും ചെയ്തു. ഇതെല്ലാം ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രെയറൊക്കെ ആരംഭിച്ച ഒരു കാലഘട്ടത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ജപമാലയിലൂടെ കൂടുതൽ ജപമാല എല്ലാവരും കൃപയിലേക്ക് കടന്നു വന്നു. ഞാൻ ഈ PWD പണി ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ എനിക്ക് വലിയൊരു ആവശ്യം വന്നപ്പോൾ എൻ്റെ ഒരു സഹോദരനോട് ഞാൻ ആ ആവശ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ ഇന്നുപോലെ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ബാക്കി കൊടുക്കാൻ പറ്റിയിരിക്കുന്ന പൈസയുണ്ട്, അത് ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി, കുറേ മാസങ്ങൾ അവധിയുണ്ട്. എനിക്ക് എന്നെ സഹായിച്ചു. അത് കൊടുക്കേണ്ട ദിവസമായപ്പോൾ നേരത്തെ ഒന്നും വന്ന് പറഞ്ഞില്ല, കൊടുക്കേണ്ടതിൻ്റെ തലേദിവസം പറയുന്നത്, നാളെ നമുക്ക് പൈസ വേണം റോയി, ഇനി തരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഹായിച്ച ഒരു മകനോട് ഒന്നും കാണാതെ ഈശ്വരമുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വളരെ വിഷമിച്ചു.
എങ്ങനെ കൊടുക്കും? 5 രൂപ പോലും കൈവായ്പ ചോദിച്ചാൽ കിട്ടുകയില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. 1992 ലാണ് ആ സംഭവം. അത് ഞാൻ രാത്രിയായപ്പോൾ എനിക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുണ്ടായി. ആരും കാണാതെ ടെറസിൻ്റെ മണ്ടയിൽ മണൽ വാരി ഇട്ട് മുട്ടുമ്മയിൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് വളരെ ജപമാലയില്ലേ. ആ ജപമാല പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു 5 പേരെ കാണിച്ചു തന്നു. ചോദിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടായി. 5 പേരുടെ കാര്യം ഓർപ്പിച്ചു തന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ 5 പേരെയും പോയി കണ്ടു. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു, എമർജൻസി പറഞ്ഞു. അപ്പോൾ 5 പേരും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 പേരിൽ നിന്നായിട്ട് 1.5 ലക്ഷം രൂപ ഉണ്ടായി. അതിനിടയ്ക്ക് ഈ സഹോദരൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, രജിസ്റ്റർ ഓഫീസിലോട്ട് പൊക്കോ, ഞാൻ പുറകെ വന്നേക്കാമെന്ന് പറഞ്ഞു. കൃത്യം 11 മണിയായപ്പോൾ പൈസ എല്ലാം കളക്ട് ചെയ്ത് ആ 1.5 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാനുണ്ട്. ജീവിതത്തിൽ അത് മറക്കാനാകാത്തൊരു സംഭവമാണ്. കാരണം പരിശുദ്ധ അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് പ്രവർത്തിച്ച ഒരു വലിയ അത്ഭുതമാണ്. അത് ആ ജപമാലയുടെ ശക്തി എനിക്ക് അന്ന് വളരെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. വീണ്ടും ഞാൻ ജപമാല പ്രാർത്ഥന വളരെ ശക്തമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരുന്നു. ഏത് യാത്ര പോയാലും, ബസ്സിൽ യാത്രയാണെങ്കിലും മറ്റേത് വാഹനങ്ങളിൽ പോയാലും ജപമാലയിലും. ഞാൻ ബൈക്കിൽ പോയിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഞാൻ ആ ജപമാലയിലുമായിരുന്നു. ഏത് ഓഫീസിൽ പോയിരുന്നു മണിക്കൂറുകളൊക്കെ ഇരിക്കേണ്ടി വരുമ്പോഴും അവിടെ ഇരുന്നും ജപമാലയിലുമായിരുന്നു. അങ്ങനെ ജപമാലയില്ലെന്നൊരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ PWD പണിയെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അടുത്തൊരു ജീവിതമാർഗത്തിന് വേണ്ടി ആ കൂടെ എനിക്ക് തന്നെ ലാറ്റക്സിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. ലാറ്റക്സിൻ്റെ ബിസിനസ്സും സുവിശേഷമായിട്ട് ചേരാൻ വരുന്ന ഒരു ബോധ്യം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതും ഉപേക്ഷിച്ചു. ഒരു ജീവിതമാർഗ്ഗം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് നേരത്തെ തടി ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ബിസിനസ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജീവിതമാർഗ്ഗം അന്വേഷിച്ച് ഞാൻ ഒരുപാട് പൈസയും കളഞ്ഞ് ഇങ്ങനെ അലഞ്ഞ് നടന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയും ഒരിടത്തും പോകുന്നില്ല, എൻ്റെ ഈശോ എനിക്ക് ജീവിതമാർഗ്ഗം ഇവിടെ തന്നെ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ മുണ്ടക്കയം ലാറ്റിൻ ചർച്ചിൽ പോയിരുന്ന ഒരു വൈകിട്ട് 3 മണിക്കൂർ ജപമാലയും മറ്റു മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പേഴ്സണൽ പ്രെയർ നടത്തുന്ന ഒരു നല്ലൊരു അനുഭവം എനിക്ക് ഡെയിലി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഒരു സഹോദരൻ, എന്നും തന്നെ ഞാൻ കാണുന്ന സഹോദരൻ, എനിക്ക് പരിചയമുള്ള സഹോദരനൊന്നുമല്ല. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ ഞങ്ങൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്. എന്നോട് ആ സഹോദരൻ പറഞ്ഞു, സാറിനോട് മാതാവ് പറഞ്ഞു ഇപ്പം ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടി 9 ദിവസം ആനവാതിൽ തൊട്ട് അൾത്താർ വരെ മുട്ട നീന്തി ജപമാല അല്ലണമെന്ന് പറഞ്ഞു. ഞാനത് മാതാവിൻ്റെ സന്ദേശമാണല്ലോ എന്നോർത്ത് ഞാനത് ജപമാല ചെല്ലുവാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ 9 ദിവസം ഈ ജപമാല മുട്ടയെ വലിഞ്ഞ് അർപ്പിക്കുകയും ചെയ്തു. 9 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം പള്ളിയിലോട്ട് പ്രാർത്ഥിക്കാൻ വരുന്നിരിക്കുമ്പോൾ ഒരു സഹോദരൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പോൾ ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിക്കാനിരുന്നു. അപ്പോൾ പള്ളിയിൽ സന്ധ്യാസമയമായതുകൊണ്ട് ലൈറ്റൊന്നും കാര്യമായിട്ട് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അതാരാണെന്ന് എനിക്ക് വ്യക്തമായില്ല. ഏതോ ഒരു സഹോദരനാണെന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്നു. ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ആ സഹോദരൻ എഴുന്നേറ്റ് പോയിച്ച് തിരിച്ചു വന്നിരുന്നപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഭരണങ്ങാൻ ഓഫീസിൽ പ്രാർത്ഥന അനുഭവധ്യാനവും ആത്മപൂർണ്ണ അനുഭവധ്യാനവും കൂടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയെ ഇവിടെ വരാൻ എന്നാ ഞങ്ങൾ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ സെല്ല് തിരിച്ചപ്പോൾ ഒരു സെല്ലിലായിരുന്നു ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, നമുക്ക് തടി ബിസിനസ് തുടങ്ങാം, പോയി പൈസ മുടക്കണ്ട, 25% ലാഭം റോയ്ക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ്റെ പറമ്പിൽ തന്നെ 100 കുറ്റി തടി വെട്ടുവാനുണ്ടായിരുന്നു. ആ തടിയെല്ലാം വെട്ടിക്കയറ്റിക്കൊണ്ടിരുന്ന സമയത്ത്, എല്ലാം തീരാറായ സമയത്ത് ലാസ്റ്റ് ലോഡ് കയറ്റാനായിട്ട് ഇങ്ങനെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഒരു സഹോദരൻ്റെ വായിന്ന് കുട്ടിക്കൽ എസ്റ്റേറ്റിൽ റോഡിൻ്റെ പണിയുണ്ടെന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇനി അത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. വീണ്ടും തടിയെടുക്കാമെന്നൊക്കെ കൂപ്പെടുക്കാമെന്നൊക്കെ വിചാരിച്ച ആ സഹോദരനോ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും നടന്നില്ല. 2 ആഴ്ച വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ആലോചിച്ചു, അത് പ്രൈവറ്റ് വർക്കാണല്ലോ, പോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയ വഴിക്ക് കുട്ടിക്കൽ എസ്റ്റേറ്റിലോട് അന്വേഷിക്കാൻ പോയ വഴിക്ക് ഒരു യൂണിയൻ നേതാവിനെ കാണുകയും എന്നോട് പരിചയമില്ലാത്ത ആൾ എന്നോട് ചോദിച്ചു, അവിടെ പോകുമെന്ന് ചോദിച്ചാൽ ഇന്ന കാര്യത്തിന് പോവാം, മാനേരെ കാണാൻ പോകുമെന്ന് പറഞ്ഞു. ഇവിടെയൊന്നും അന്വേഷിക്കേണ്ട, നേരെ കോട്ടയത്ത് നിന്ന് മോഹൻ സാർ എന്ന് പറയുന്ന ഒരാളുണ്ട്, AVGയുടെ ഓഫീസിൽ ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. ഞാൻ അവിടെ ചെല്ലുകയും
അവിടെ റിസപ്ഷനിൽ അനുവാദം ചോദിച്ച് എന്നെ കുറച്ച് കഴിയുമ്പോൾ വിളിക്കുകയും എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റോഡിൻ്റെ പണി എസ്റ്റേറ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും സൈറ്റ് കണ്ടിട്ട് കൊട്ടേഷൻ തരാൻ എന്നെ പറഞ്ഞു വിടുകയും ലെറ്റർ തന്നു ഒഴുകുകയും ചെയ്തു. ഞാനിവിടെ ലെറ്ററുമായിട്ട് മാനേജർ അടുത്ത് നിന്ന് മാനേജർ പറഞ്ഞു ഇവിടെയെങ്ങും പൈസ ഇല്ല, റോഡ് പണിയിട്ട് നടക്കത്തുമില്ലെന്ന് പറഞ്ഞു. ഒരു സൂപ്പർവൈസറെ വിട്ടെങ്കിലും സൈറ്റ് കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. സൈറ്റൊക്കെ കണ്ട് ഞാൻ കൊട്ടേഷൻ കൊടുക്കുകയും 1 മാസം അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയും വർക്ക് എനിക്ക് കൊട്ടേഷൻ വെച്ച് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു യൂണിയൻ നേതാവ് ചോദിച്ചു, ഇവിടുന്ന് പലരും റെക്കമെൻഡുമായിട്ടും പല കാര്യത്തിനും പലരെ കൊണ്ട് റെക്കമെൻഡ് ചോദിച്ചു, ഈ പലരും പോയതാണ്, ഈ പണിക്ക് കിട്ടിയില്ല, എങ്ങനെ സഹോദരൻ ഈ പണി കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും ചോദിച്ചില്ല, ഒരു റെക്കമെൻഡും ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഇതിലൂടെ എല്ലാം ഉണ്ടായെന്നുള്ളത് സത്യമായിട്ട്. ഞാൻ പോയ ആൾ ആ എസ്റ്റേറ്റിൻ്റെ ഓണറായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് കയറി ചെല്ലിയായിരുന്നു. ഞാനും ഇതുപോലെ റെക്കമെൻഡുമായിട്ട് പോയേനെ. ആ റെക്കമെൻഡുമായിട്ട് പോകാതിരുന്നുകൊണ്ടാണ് നേരിട്ട് കയറി ചെന്ന് ചോദിച്ചതാണ് എനിക്ക് പണി കിട്ടാനുള്ള സാഹചര്യം എന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം ആ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരിക്കലും അവിടെ വരാൻ ചാൻസ് ഇല്ലാത്ത ഒരാളെ ജീപ്പ് കേടാക്കി ആ സ്ഥലത്ത് അല്ലാതിരുന്ന ആളെ ഇവിടെ കൊണ്ടുവന്ന് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ആ റൂട്ടിലൂടെയാണ് എനിക്ക് ഈ വർക്കെല്ലാം കിട്ടുകയും അന്നത്തെ കാലത്ത് 96 കാലഘട്ടത്തിൽ എനിക്ക് 10 ലക്ഷം രൂപയുടെ വർക്കുണ്ടായിരുന്നു. എൻ്റെ താൽക്കാലിക സാമ്പത്തികമായിട്ടുള്ള ഒരു പിടിച്ചു നിൽപ്പൊക്കെ അതിലൂടെ ഉണ്ടായി. അങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പിന്നീട് പാറ പൊട്ടിക്കുന്ന വാഹനം എടുക്കാനായിട്ടുള്ള പ്രേരണയുണ്ടായി. അങ്ങനെ പാറ പൊട്ടിക്കുന്ന 2-3 വാഹനം എടുത്തു. പാറ ഡ്രില്ല് ചെയ്ത് പൊട്ടിക്കുന്ന ജാക്ക് ക്യാമറ എടുത്തു. ജാക്ക് ക്യാമറ 2 ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഡ്രൈവർമാരില്ലാത്തപ്പോൾ ഞാൻ വണ്ടി ഓപ്പറേറ്റ് ചെയ്തിട്ട് മാറി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴും എല്ലാ പാറമടകളിലും ഇരുന്ന് അനേക ജപമാല എഴുതിയിട്ടുണ്ട്. ആ ജപമാല ഒക്കെ വലിയ അനുഗ്രഹമായിട്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ എനിക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുണ്ടായി. ഈ ഭൂമി ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ അതിമനോഹരമായൊരു സംഭവം, അതിനെ തകർക്കുക എന്ന് പറയുന്നത് സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് വലിയൊരു തെറ്റായ പ്രവൃത്തിയാണെന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. അങ്ങനെ ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ പോരാഞ്ഞിട്ട് ഈ എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്നു ലൈസൻസ് ഇല്ലാതെ, എവിടെയെങ്കിലും പിടിക്കപ്പെട്ടാൽ കർത്താവിൻ്റെ നാമം അവഹേളിക്കപ്പെടും, എതിർസാക്ഷിയാവുകയും ചെയ്യും, ഞാൻ മറ്റുള്ളവരോട് പറയുന്ന സുവിശേഷമൊക്കെ വ്യർത്ഥമാവുകയും ചെയ്യുന്ന ഒരു ചിന്ത എനിക്ക് വന്നിട്ട് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തു. അങ്ങനെ അവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. നാളെ എന്ത് ചെയ്യും എന്നുള്ള ബോധ്യം ഒരു മാർഗവും കാണാതെ തന്നെ ഞാൻ ഈ ജാക്ക് ക്യാമറകളെല്ലാം വിറ്റു. ഞാനത് കുറേ കാലം പ്രാർത്ഥനയ്ക്ക് ശേഷം അടുത്ത ഒരു ജീവിതമാർഗത്തിലേക്ക് കടന്നു. ഫുഡിൻ്റെ ഒരു ബിസിനസ്, അത് ഇതുപോലെ സുവിശേഷമായിട്ട് ചേരാവുന്ന കാര്യങ്ങൾ, എനിക്ക് അനുദിനമുള്ള ദിവ്യബലികൾ മുടങ്ങുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ഇത് ഉപേക്ഷിക്കണമെന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. അങ്ങനെ ആ പ്രസ്താവന ഞാൻ ഉപേക്ഷിച്ചിരിക്കുമ്പോൾ ഞാൻ പൈക എന്ന സ്ഥലത്തൊരു സ്ഥാപനം ഇടുകയും ആ സ്ഥാപനവും എനിക്ക് സുവിശേഷത്തിന് തടസ്സമായിട്ട് പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഞാൻ അതും ഉപേക്ഷിച്ചു. എല്ലാം എനിക്ക് ആ ധൈര്യം തന്നത് ആദ്യത്തെ ധ്യാനത്തിൽ ഉള്ളൊരു കൃപയാണ്. അത് അന്ന് ആ PWD പണി ഉപേക്ഷിക്കാനായിട്ട് കാണിച്ച ഒരു ധൈര്യം, അതെനിക്കറിയത്തില്ല അത് എവിടെ നിന്ന് കിട്ടിയ ശക്തി. ആ ശക്തിയിൽ ഉറച്ചു നിൽക്കുക. ഇന്നും എന്ത് തീരുമാനവും ഉറച്ചെടുക്കാനായിട്ട്, ഇതുപോലുള്ള സുവിശേഷത്തിന് വേണ്ടി എന്ത് കടുത്ത തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു ധൈര്യം എനിക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിച്ചിട്ടില്ല, എനിക്ക് നല്ലോണം അറിയാം. ദൈവം ദാനം തന്നതാണ്, ഇട്ട് തന്നതാണ് വിശ്വാസം എന്ന് പറയുന്ന മേഖല. അതെനിക്ക് എന്നെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ ദൈവം കൈവിടത്തില്ല. അവസാന മണിക്കൂറിൽ 13-ാം മണിക്കൂറിൽ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇതുപോലൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. ഒരു സംഭവം ഇതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായി. കുരിശുമരണത്തോളം വേദന അനുഭവിച്ചൊരു സംഭവം. ആ സംഭവത്തിൽ ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടില്ല 13-ാം മണിക്കൂറിലാണ്. അത് അത്രയും വേദനിച്ചൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് പലർക്കും ഞാൻ കാരണം ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്നൊരു സംഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിലും ഒരിക്കലും മറക്കാനാകാത്ത സംഭവമാണ്. ആ 13-ാം മണിക്കൂറിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, കാര്യങ്ങളെല്ലാം നേരെയായി. അങ്ങനെ ജപമാല ശക്തിയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ പ്രസ്ഥാനങ്ങളും ഉപേക്ഷിച്ചു സുവിശേഷത്തെ പ്രതി. എങ്കിലും എനിക്ക് ഭയമില്ല.
എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തുന്ന നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സഹോദരൻ വന്ന് എന്നെ സോണിലേക്ക് ക്ഷണിക്കുകയും അവിചാരിതമായിട്ട് പെട്ടെന്നാണ്, ഒരിക്കലും ഇങ്ങനെ ആരും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഞാൻ കാഞ്ഞപ്പള്ളി സോണിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്റർ ആകുകയും സബ് സോണിൻ്റെ മുണ്ടക്കയം സബ് സോണിൻ്റെ ട്രഷററായും ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. പിന്നെ ദിവസവും സുവിശേഷം പറയാൻ കർത്താവ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ സുവിശേഷം പറയാനുള്ള ആളെ ദൈവം എൻ്റെ മുന്നിലെത്തിക്കും. ഇന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈ സുവിശേഷ വേല ചെയ്യാൻ നടക്കുന്നുണ്ട്, നടന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടായിരത്തി 2003 എനിക്കൊരു വലിയ മാതാവിൻ്റെ ഇടപെടലുണ്ടായി. പാലക്കാട്ട് ഒരു മരിയൻ ധ്യാനത്തിന് പോവുകയും ആ മരിയൻ ധ്യാന അനുഭവത്തിലൂടെ പിന്നീട് എൻ്റെ സഹോദരന്മാർ, അവിടെ ശുശ്രൂഷയ്ക്ക് പോകുന്ന സഹോദരന്മാർ റാണിൻ്റെ ഒരു വിഷൻ, ഒരു ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി എന്നോടൊന്ന് സൂചിപ്പിച്ചു. പക്ഷേ എനിക്കത്, ഞാൻ ആർട്ട് പഠിച്ച ആളായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞത്, ഞാൻ 18 വർഷമായി ഒരു ചിത്രം വരച്ചിട്ട് ഇനി അത് സാധിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് എന്നെക്കൊണ്ട് ഒരു നിർബന്ധപൂർവ്വം ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആവശ്യപ്പെട്ടപ്പോൾ ഞാനൊരു ചിത്രം വരച്ചു. പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മാതാവിൻ്റെ. അത് വളരെ മനോഹരമായിരുന്നു. 6 മാസം ഒരു ചിത്രരചന താത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീടത് ചെയ്താൽ അത്രയ്ക്കും ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവമാണ്. പക്ഷെ 18 വർഷം വരയ്ക്കാതിരുന്നിട്ട് ഡയറക്റ്റ് മാതാവിൻ്റെ ആ പടം വരച്ചപ്പോൾ എൻ്റെ കഴിവല്ലെന്ന് എനിക്ക് മനസ്സിലായി. മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് ആ ചിത്രം. ആ ചിത്രം കൊണ്ട് കാണിച്ചപ്പോൾ റാണിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ റാണി അതേക്കുറിച്ചെല്ലാം ഇരുന്നുകൊണ്ട്, ആ വിഷനെക്കുറിച്ചും എല്ലാം ഇരുന്നുകൊണ്ട് എന്നോട് ചർച്ച ചെയ്തു 1.5 മണിക്കൂർ. അപ്പോൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് ധ്യാനത്തിൻ്റെ അവസരത്തിലും എല്ലാം കൂടെ 4 പ്രാവശ്യം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു റാണിക്കുണ്ടായ ആ പഞ്ചക്ഷത അനുഭവങ്ങളെല്ലാം എന്നോടും ഷെയർ ചെയ്തു. ഒത്തിരി അനുഭവങ്ങൾ റാണിക്കുണ്ടായതെല്ലാം മാതാവ് വഴിയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു. ഈ ഷെയർ ചെയ്യുന്ന അവസരത്തിലെല്ലാം അതിഭയങ്കര സുഗന്ധാഭിഷേകമായിരുന്നു എനിക്ക്. എൻ്റെ ജപമാല റാണി കൈ പിടിച്ചേച്ച് പ്രാർത്ഥിച്ചേച്ച് ഇങ്ങോട്ട് വന്നു. 1.5 മാസം ആ ജപമാലയിൽ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ പടം വരയ്ക്കുവാനായിട്ടുള്ള മെറ്റീരിയൽ വാങ്ങാൻ എറണാകുളത്ത് പോയി മെറ്റീരിയൽ വാങ്ങിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ, ഞാൻ ബസ്സിൽ നിന്ന് ഈ മെറ്റീരിയലെല്ലാം എടുക്കുമ്പോൾ അതിഭയങ്കരമായ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ റാണി എന്നോട് പറഞ്ഞിരുന്നു, വലിയൊരു സഹനം ഉണ്ടാകും കേട്ടോ റോയ് എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചില്ല എന്ത് സഹനം എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ വൈഫ് 3ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ടൊക്കെയുള്ള സാഹചര്യം അടുത്ത് വരികയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലായി, ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെന്തോ വല്ലാഴികയൊക്കെ ഉണ്ടെന്നുള്ള ഡോക്ടർമാരിങ്ങനെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെയും അവരോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ന്യൂമോണിയാണ്, സീരിയസ് ആണ്, ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞു. വിജയ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന വിജയെ കൊണ്ടുപോകാനും പറ്റാത്തൊരവസ്ഥയിൽ ആംബുലൻസിൽ ഒരു നഴ്സിനെ കൂട്ടി കോട്ടയത്തൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോവുകയും ആ പോകുന്ന വഴിയിൽ അവിടെ ചെല്ലാറായപ്പോഴത്തേക്ക് ഞാൻ റാണിയോട് വിളിച്ചു പറഞ്ഞു, ഇന്നുപോലെയാണ് സംഗതി, സീരിയസ് ആണെന്ന് പറഞ്ഞു. റോയി പേടിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവിനോട് പ്രാർത്ഥിക്കാം. റാണി എന്നിട്ട് പരിചയമുള്ള എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, കേരളത്തിലെ ഒട്ടുമുക്കാലുമുള്ള പ്രാർത്ഥന അനുഭവമുള്ളവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ പറയാനൊക്കെ ഉള്ളെന്ന് ഡോക്ടർ പറഞ്ഞു, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. വളരെ വേദനയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങൾ, എല്ലാം കൈവിട്ട് പോയ ഓർത്ത നിമിഷങ്ങൾ. അതും അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഈ മകനെ ദൈവം തിരിച്ചു തന്നുകൊണ്ട് അനേകരുടെ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നല്ലൊരു മകനെ എനിക്ക് കിട്ടുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടിയൊരു മകനാണ്. അങ്ങനെ അവനെ ഞാൻ ഗബ്രിയേൽ എന്നുള്ള പേരിട്ടു. ഗബ്രിയേൽ ഇന്ന് സെമിനാരിയിലാണ്. അങ്ങനെ ഒരു വലിയ മാതാവിൻ്റെ ഇടപെടലുണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ.
എനിക്ക് പിന്നീട് ജപമാലയിലൂടെ ഒരു വലിയ ഒരു അനുഭവം ഉണ്ടായി. വീണ്ടും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൂട്ടായ്മ പ്രാർത്ഥനയ്ക്കൊന്നും പോയി ധ്യാനത്തിനൊക്കെ പോയിരുന്നെങ്കിലും കൂട്ടായ്മ പ്രാർത്ഥനയ്ക്കൊന്നും ഞാൻ പോകാറില്ലായിരുന്നു. ഏതോ ഒരു ദിവസം ചെന്നപ്പോൾ ഞാൻ കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് ചെന്നു. അപ്പോൾ 4 പേരെ ഏതാണ്ടുള്ളൂ. അവിടെ പുസ്തകം നോക്കിയുള്ള പ്രാർത്ഥനയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഞാനന്ന് പുസ്തകമൊന്നും നോക്കിയില്ല. ഞാൻ ഒരു ജപമാല ദുഃഖത്തിൻ്റെ രഹസ്യമായിരുന്നു അന്ന് ചൊല്ലിയത്. ആ ദുഃഖത്തിൻ്റെ രഹസ്യം, ഓരോ രഹസ്യവും ആ പീഡാനുഭവരംഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ വിവരിച്ച് ജപമാല ചൊല്ലി. അന്ന് നിന്ന 3-4 പേർക്കും അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. പിന്നീട് കൂട്ടായ്മ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ ലീഡറാക്കി. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചോ പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോഴും ഈ കൂട്ടായ്മയ്ക്ക് വരുന്നവർ വളരെ ചുരുക്കമായിരുന്നു. 6-7 പേരൊക്കെ വന്നുകൊണ്ടിരുന്നുള്ളൂ. ഞാൻ ആരോടും 30-33 കുടുംബമുള്ള കൂട്ടായ്മയായിരുന്നു. ഞാൻ ആരോടും വരാൻ പറഞ്ഞില്ല. പല രാത്രികളിലും എന്നെ ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ച് ജപമാലയെല്ലാം പ്രേരിപ്പിച്ചു. അങ്ങനെ പല ദിവസങ്ങളിലും മുറ്റത്ത് മുട്ടുമെന്ന് ജപമാലയും വിശ്വാസ പ്രമാണങ്ങളും ഓരോ കുടുംബത്തിനു വേണ്ടി ചൊല്ലി. അത്ഭുതം എന്ന് പറയട്ടെ, കൂട്ടായ്മയിലെ ജപമാലയും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ. പിന്നെ ഓരോ ആ ജപമാല നടക്കുന്ന കുടുംബത്തിന് വേണ്ടിയും കൂട്ടായ്മ നടക്കുന്ന കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജപമാലയുടെ ഓരോ രഹസ്യത്തിലൂടെയും. വളരെ അതിശയകരമായിട്ട് 33 വീട്ടിൽ നിന്നും ആൾ വന്നു. ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു അഭിഷേകം. അങ്ങനെ കൂട്ടായ്മ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരവസരത്തിൽ എന്നോടൊരു പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പം ഒരു ചേട്ടൻ എന്നും പറയും, റോയി, നമുക്കിവിടെ ഇച്ചിരി സ്ഥലം കിടപ്പുണ്ടല്ലോ, നമുക്കിവിടെ ഒരു പള്ളി പണിയാം, നമുക്ക് ഇട ദിവസങ്ങളിലൊക്കെ കുർബാന കിട്ടുമല്ലോ. അങ്ങനെ ഒരു മാസത്തോളം എല്ലാ ആഴ്ചയിലും ചെല്ലുമ്പോൾ ഈ ചേട്ടൻ എന്നോട് പള്ളി പണിയുന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ആലോചിക്കാം. എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു. അങ്ങനെ അടുത്ത കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞങ്ങൾ 2 കൂട്ടായ്മകളോട് വികാരിച്ചനെ സമീപിച്ചു. വികാരിച്ചനെ കേട്ടപ്പോൾ വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും ദേവാലയം പണിയാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തു. വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ശക്തിയാലാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം അതിനകത്തുണ്ട്. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് 10 ലക്ഷം രൂപയ്ക്ക് ദേവാലയം തീരുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ആ സമയത്ത് ആ ദേവാലയം തീർന്നപ്പോൾ 27 ലക്ഷം രൂപയായി. ആരും വലിയ കഷ്ടപ്പാടുകൾ സഹിക്കാതെ അന്ന് കൂട്ടായ്മയുടെ ആ തീഷ്ണതയാൽ നിന്ന ആ സമയത്ത് അങ്ങനെ അത്ഭുതകരമായിട്ട് ദേവാലയം പണിയുവാനായിട്ടും ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. ഇന്നും ഈ ദേവാലയത്തിൽ ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ പ്രദേശത്ത് ദീപബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യവും വലിയൊരു അത്ഭുതകരമായ ഇടപെടലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ജപമാലയിലൂടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുകയും അങ്ങനെ ഒരു ദേവാലയം ഇവിടെ ഉണ്ടാകാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ ചെയ്തു തന്നത്. കൂടാതെ എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും തന്നെ ഒരു ദൈവാനുഭവം, ആ ജപമാലയിലൂടെ നല്ല ഒരു പ്രാർത്ഥന അന്തരീക്ഷം. അതിന് ഏറ്റവും കാരണമായത് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നയാളാണ്. പരിശുദ്ധ അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. ജപമാലയിൽ സ്ഥിരമായിട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ 6 മക്കളെ ഒരുപോലെ ഒരേ സ്നേഹത്തിൽ ഒരേ പ്രാർത്ഥനാനുഭവത്തിൽ ഇങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ജൂലൈ 3 അമ്മച്ചി 1 വർഷം മുമ്പേ പോകാൻ റെഡിയായിട്ടിരിക്കുകയായിരുന്നു, എല്ലാം ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ജൂലൈ 3 അമ്മച്ചി മരിച്ചു. അമ്മച്ചി മരിച്ച ആ ദിവസം പ്രഭാതത്തിൽ തുടങ്ങിയ മഴ പിറ്റേ ദിവസമായിരുന്നു അടക്കം വച്ചിരുന്നത്. നിൽക്കാത്ത മഴ. അന്ന് മുണ്ടക്കയും കോസ്റ്റേ വരെ വെള്ളം കയറാറായി ഇങ്ങനെ കിടക്കും. ഞാൻ അച്ഛനെ കൊണ്ടുവരാൻ പോയപ്പോൾ റോഡിൽ വെള്ളം കയറി കിടക്കുമായിരുന്നു കുറച്ച്. അത്ര മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ വരുന്ന ജനമെല്ലാം എന്നോട് ചോദിച്ചു, എന്തു ചെയ്യും, എന്നാ ചെയ്യും? എനിക്ക് അമ്മച്ചിയോട്
കാര്യത്തിൽ ഒരു സംശയവും ഇല്ലായിരുന്നു. അമ്മച്ചിക്കും കർത്താവുമായിട്ടുള്ള ബന്ധവും മാതാവുമായിട്ടുള്ള ബന്ധവും എനിക്ക് നല്ല ബോധ്യമായിരുന്നു. ഇത്രയും പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ എല്ലാവരോടും ഒറ്റ കാര്യം മറുപടി പറഞ്ഞുള്ളൂ: സമയമാകുമ്പോൾ ദൈവം ക്രമീകരിക്കും. ചോദിച്ചവരോടെല്ലാം ഞാൻ അങ്ങനെയാണ് പറഞ്ഞു, സമയമാകുമ്പോൾ ദൈവം ക്രമീകരിക്കും. 2 മണിക്കായിരുന്നു അടക്കം വെച്ചിരുന്നത്. 1:30 കഴിഞ്ഞപ്പം മഴ നിന്നു. അടക്ക് തീർന്ന് എല്ലാവരും വീടുകളിൽ ചെല്ലുവോളം മഴ പെയ്തില്ല. ഒരു കുട പോലും പിടിക്കേണ്ട വന്നില്ല. അതിന് ശേഷമാണ് പിന്നെ മഴ പെയ്തത്. എന്തോ ഒരു അത്ഭുതമാണ് ദൈവം പ്രവർത്തിച്ചത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അവിടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് ഈശോ അവിടെ പ്രവർത്തിച്ചത്. ഒരു വലിയൊരു ദൈവാനുഗ്രഹം. അത് ഞാൻ മാത്രമല്ല, അന്ന് അടക്കൂടിയ എല്ലാവർക്കും അവിടെ ഒരു സാക്ഷ്യമായിരുന്നു. ഒരുപാട് പേര് ഞങ്ങളോട് പറയുകയും ചെയ്തത്. അതൊരു വലിയ മാതാവിൻ്റെ ഇടപെടലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒന്നാകെ പ്രാർത്ഥനയിലൂടെ നല്ല അഭിഷേകത്തിൽ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മയെ കൈവിടാതെ എന്നും സ്വർഗത്തിലെത്തുവോളം, ഈശോയുടെ മുഖം ദർശിക്കുവോളം അമ്മ കൂടെ ഉണ്ടാകുന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. അങ്ങനെ അമ്മയുടെ കൈക്ക് പിടിച്ച് ഇന്നും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നവീകരണത്തിൽ വന്നിട്ട് ഏതാണ്ട് 31 വർഷം കഴിഞ്ഞിരിക്കുന്നു. നവീകരണ അനുഭവത്തിലേക്ക് കടന്ന അന്ന് ആ നാളുകൾ തൊട്ട് ഈ നിമിഷം വരെയും സഹനത്തിൻ്റെ വലിയ തീച്ചുളയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാനായിലെ കല്യാണവരിലെ കുറവുകളെ കണ്ട് അറിഞ്ഞ് പ്രവർത്തിച്ച പരിശുദ്ധ അമ്മ എൻ്റെയും ജീവിതത്തിൽ എല്ലാ കുറവുകളിലേക്കും കടന്നു വന്നുകൊണ്ട് ആ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്ന ഒരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. വലിയ സഹനത്തിൻ്റെ തീച്ചുള്ളിൽ കടന്നു പോകുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. എല്ലാം പരിശുദ്ധ അമ്മ അവിടുത്തെ തിരുക്കുമാരനിൽ നിന്ന് സാധിച്ചു തരുന്നുണ്ടെന്നുള്ള വലിയ സത്യം ഞാനിവിടെ പ്രഘോഷിക്കാം. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ദൈവപിതാവിനും പരിശുദ്ധാത്മാവിനും എല്ലാം ഞാൻ നന്ദി പറഞ്ഞു